ഹായ്, എല്ലാവർക്കും ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 15ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെയൊക്കെ സ്കെയിലുകൾ, മേജർ സ്കെയിലും മൈനർ സ്കെയിലും നമ്മൾ പഠിച്ചായിരുന്നു. നമുക്ക് മേജർ സ്കെയിലിന് ഒരൊറ്റ സ്കെയിലേ ഉള്ളൂ, എന്നാൽ മൈനർ സ്കെയിലിന് 3 സ്കെയിലുകൾ ഉണ്ട്. അപ്പം ആദ്യത്തെ ഒരു സ്കെയില് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞായിരുന്നു. നമ്മൾ മൈനർ സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് അതിനെ നമ്മൾ ഈ 3 സ്കെയിലുകൾക്കും പറയുന്ന പേരുകൾ: ആദ്യത്തെ സ്കെയിലിന് നാച്ചുറൽ മൈനർ സ്കെയിൽ, അടുത്തതിന് ഹാർമണിക് മൈനർ സ്കെയിൽ, അടുത്തത് മെലഡിക് മൈനർ സ്കെയിൽ. അപ്പോൾ ഇതിൽ നമ്മൾ നാച്ചുറൽ മൈനർ സ്കെയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, ഫോർമുല ബേസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സ്കെയിലാണ് ഹാർമണിക് മൈനർ സ്കെയിൽ. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഹാർമണിക് മൈനർ സ്കെയിൽ എന്ന് പറയുന്നത് നാച്ചുറൽ മൈനർ സ്കെയിലിൽ നിന്നും ഓരോ നോട്ടുകളുടെ വ്യത്യാസത്തിൽ മാത്രം വരുന്നതാണ്. വളരെ എളുപ്പമാണ്, പക്ഷേ ബേസ് ആയിട്ടുള്ളത് നാച്ചുറൽ മൈനർ സ്കെയിൽ തന്നെയാണ്. അപ്പോൾ ഒരു മെലഡിക് മൈനർ സ്കെയിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഒരു ഷാർപ്പ് നോട്ട് വരാത്ത സ്കെയിലാണല്ലോ എ മൈനർ. അപ്പം എ മൈനർ സ്കെയിൽ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് അത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ടും ബാക്കിയുള്ള സ്കെയിലുകളിലേക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പം എ മൈനർ സ്കെയിൽ എല്ലാവർക്കും അറിയാം. നമുക്ക് നോക്കാം. എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എ. ഓക്കെ, അപ്പം ഇതാണ് എ മൈനർ സ്കെയിൽ, എ മുതൽ എ വരെ. അതിനകത്ത് വേറെ ഒരു ഷാർപ്പ് നോട്ടുകളും വരുന്നില്ല. അപ്പോൾ ഒരു ഹാർമണിക് മൈനർ സ്കെയിൽ വായിക്കാനായിട്ട് ഇപ്പം നമ്മൾ നാച്ചുറൽ മൈനർ സ്കെയിലിൻ്റെ റൂട്ടാണ് നമ്മൾ കണ്ടത്. ഈ നാച്ചുറൽ മൈനർ സ്കെയിലിൽ നിന്നും എങ്ങനെയാണ് ഇത് ഹാർമണിക് മൈനർ സ്കെയിലായിട്ട് മാറുന്നതെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. നാച്ചുറൽ മൈനർ സ്കെയിലിലെ 7ാമത്തെ നോട്ട്, നാച്ചുറൽ മൈനർ സ്കെയിലിലെ 7ാമത്തെ നോട്ട് കളഞ്ഞിട്ട് അതിന് തൊട്ട് ഫ്രണ്ടിൽ വരുന്ന നോട്ട്, അതിന് തൊട്ട് മുകളിൽ വരുന്ന, അല്ലെങ്കിൽ അതിന് തൊട്ട് അത് കഴിഞ്ഞിട്ട് വരുന്ന ഫ്രണ്ടിൽ വരുന്ന നോട്ട്, ആ 7ാമത്തെ നോട്ട് നമുക്ക് വായിക്കരുത്. ആ 7ാമത്തെ നോട്ട് കളഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വരുന്ന നോട്ട് നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ അത് ഹാർമണിക് മൈനർ സ്കെയിലായിട്ട് മാറുന്നു. അപ്പോൾ ഈ എ മൈനർ സ്കെയിലിലെ 7ാമത്തെ നോട്ട് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഫുൾ വൈറ്റ് കീസ് ആണ്. അപ്പം എ ആണ് 1, A1, B2, C3, D4, E5, F6, G. അപ്പം G ആണ് 7ാമത്തെ നോട്ട്. അപ്പം ഈ G എന്ന് പറയുന്ന 7ാമത്തെ നോട്ട് നമ്മൾ കളഞ്ഞ് ഇത് അവോയ്ഡ് ചെയ്ത ശേഷം G ഷാർപ്പയിലേക്ക് കയറി വായിക്കുന്നു. അപ്പം ജി ഇപ്പം ഹാർമണിക് മൈനർ സ്കെയിൽ വായിക്കുമ്പോൾ ഈ ജി ഇല്ല. നാച്ചുറൽ മൈനർ സ്കെയിലെ ജി നമ്മൾ ഹാർമണിക് മൈനർ സ്കെയിൽ വരുമ്പോൾ ആ ജി അവോയ്ഡ് ചെയ്തിട്ട് അതിന് തൊട്ട് മേളത്തെ നോട്ടുള്ള ജി ഷാർപ്പ് വായിക്കുന്നു. വളരെ എളുപ്പമാണ്. ആ നാച്ചുറൽ മൈനർ സ്കെയിലിലെ 7ാമത്തെ നോട്ട് കളഞ്ഞിട്ട് അതിന് തൊട്ട് മുകളിൽ കിടക്കുന്ന അല്ലെങ്കിൽ തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന അടുത്ത നോട്ട് വായിച്ചാൽ അത് ഹാർമണിക് മൈനർ സ്കെയിലായിട്ട് വരും. അപ്പം നമുക്ക് നോക്കാം. ഹാർമണിക് മൈനർ സ്കെയിലിലെ നോട്ടുകൾ എന്ന് പറയുന്നത് എ, ബി, സി, ഡി, ഇ, എഫ് കഴിഞ്ഞാൽ ജി ഷാർപ്പ്, എ. ഒന്നുകൂടെ പറഞ്ഞുതരാം. സോറി, എ, ബി, സി, ഡി, ഇ, എഫ്, ജി ഷാർപ്പ്, എ. ആ സ്കെയിൽ പയ്യെ വായിച്ച് നോക്കുക. ഓക്കെ, ഇനി ഇതിലൊരു അപ്പം ആ സ്കെയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിലൊരു കോഡ് പ്രോഗ്രഷൻ വരുന്നുണ്ട്. അപ്പം എല്ലാ ഹാർമണിക് മൈനർ സ്കെയിലിലും ഒരേ രീതിയിലാണ് കോഡ് പ്രോഗ്രഷൻ വരുന്നത്. അതിനൊരു ഫോർമുലയുണ്ട്. അതിൻ്റെ ഫോർമുലയാണ് 1 6 4 5. 1 6 4 5. അപ്പം 1 എന്ന് പറയുന്നത് മേജർ, 6 എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് മൈനർ, 6 എന്ന് പറയുന്നത് മേജർ, 4 എന്ന് പറയുന്നത് മൈനർ, 5 എന്ന് പറയുന്നത് മേജർ. അപ്പം മൈനർ മേജർ മൈനർ മേജർ ആ രീതിയിലായിരിക്കും വരുന്നത്. അപ്പം ഇതിലെ 1ാമത്തെ നോട്ട് എന്ന് പറയുന്നത് എ ആണ്. അപ്പം എ മൈനർ. അപ്പം എ മൈനർ. ഓക്കെ,
അടുത്തത് ഇതിലെ ആറാമത്തെ നോട്ട് നോക്കുക. ആറാമത്തെ നോട്ട് അപ്പം 1 2 3 4 5 6. അപ്പം 6 എഫ്. അപ്പം എഫ് മേജർ. ആറാമത്തേത് എഫ് മേജർ. അടുത്ത നാലാമത്തെ നോട്ട് നോക്കുക. നാലാമത്തെ നോട്ട് 1 2 3 4 ഡി. അപ്പം ഡി മൈനർ. ഇനി അഞ്ചാമത്തെ നോട്ട് എണ്ണുക. അഞ്ചാമത്തെ നോട്ട് നമ്മുടെ നാച്ചുറൽ മൈനറിൽ അത് മൈനർ ആയിരിക്കും, പക്ഷേ ഹാർമോണിക് മൈനറിൽ ഒരു മേജറായിട്ട് മാറും. അപ്പോൾ അഞ്ചാമത്തെ നോട്ട് എ 1 ബി 2 സി 3 ഡി 4 ഇ. ഇ ആണ്. അപ്പം ഇവിടെ നമ്മൾ ജി കളഞ്ഞിട്ട് ജി ഷാർപ്പ് ഞെക്കിക്കൊണ്ട് അത് മേജർ ആവും. ഇ മേജർ. ഇങ്ങനെയാണ് 1 6 4 5 എന്ന ഫോർമുലയിൽ നമ്മൾ വായിക്കുമ്പോൾ. ഓക്കെ, ഇനി നമ്മൾ ആ കോഡ് പ്രോഗ്രഷൻ വായിച്ച് പഠിച്ചു നോക്കുക. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ കോഡ് വരുന്നത്. വളരെ എളുപ്പമാണ്. അതായത് ആ നാച്ചുറൽ മൈനർ സ്കെയിലിലെ ഏഴാമത്തെ നോട്ട് കളഞ്ഞിട്ട് അതിന് തൊട്ട് മുകളിലത്തെ നോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ ഹാർമോണിക് മൈനർ സ്കെയിലായിട്ട് കിട്ടും. അതിൻ്റെ കോഡ് പ്രോഗ്രഷൻ എന്ന് പറയുമ്പോൾ 1 6 4 5. അപ്പം ഒന്നാമത്തേത് മൈനർ, ആറാമത്തേത് മേജർ, നാലാമത്തേത് മൈനർ, അഞ്ചാമത്തെ മേജർ. അപ്പം മൈനർ മേജർ മൈനർ മേജർ എന്നുള്ള കോഡിൽ ഇത് എല്ലാ ഹാർമോണിക് മൈനർ സ്കെയിലും ഇതേ ഫോർമുല തന്നെയാണ്. അപ്പം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വിലയേറിയ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ഉപകാരമുള്ള നല്ല കീബോർഡിനെ സംബന്ധമായിട്ടുള്ള വളരെ ഉപകാരമുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ നൽകി നമ്മുടെ വീഡിയോസിനൊക്കെ സപ്പോർട്ട് നൽകുക. തരുന്നുണ്ട്, ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് സപ്പോർട്ട് നൽകുക. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനെയുള്ള നിങ്ങളുടെ ഒരു കൊളീജീസ് എല്ലാവർക്കും നിങ്ങൾ ഇത് അയച്ചു കൊടുക്കുക. അപ്പോൾ അവർക്കും കീബോർഡ് പഠിക്കുന്നതിനും അതിലേക്ക് എത്തുന്നതിനും ഉള്ള ഒരു വഴിയായിട്ട് നമ്മുടെ വീഡിയോസ് മാറുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.